നടൻ മുകേഷ് ക്യാമറയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, പക്ഷേ പ്രതികരിച്ചില്ല. കുമാരപുരത്തെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മാധവ് വന്ന കുമാരപുരത്തെ വീട്ടിൽ നിന്ന് മുകേഷ് പുറത്തേക്ക് പോയി. മാധ്യമപ്രവർത്തകർ കാത്തുനിന്നു, പക്ഷേ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കാനോ ചോദ്യങ്ങൾക്ക് ഉള്ള അവസരമോ ഉണ്ടാക്കിയില്ല. ഷിജു ചേരുന്നുണ്ട്. ഷിജു, പോലീസ് വാഹനവും ഒപ്പം പോകുന്ന കാണാം. അല്പസമയം മുമ്പാണ് വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ഈ ലൈവ് സംപ്രേഷണം കഴിഞ്ഞ് തൊട്ടടുത്ത മിനിറ്റിലാണ് മുകേഷ് അദ്ദേഹത്തിന്റെ ഈ കുമാരപുരത്തെ വീട്ടിലെ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയിട്ടുള്ളത്. അദ്ദേഹം കൊല്ലം ഭാഗത്തേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. പോലീസ് അകമ്പടിയോടുകൂടിയാണ് പോയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പോകുന്നത്. കാരണം മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം മുഖം തരാതെ പോകാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് വീട്ടിൽ പ്രതിഷേധ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇപ്പം നമ്മുടെ മുകേഷിന്റെ ഓട്ടം കണ്ടല്ലോ അല്ലെ, എല്ലാവരും ഇതുപോലെയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും ഒരു എന്താ പറയാ മറുപടി പറയാനോ അല്ലെങ്കിൽ ജനങ്ങളോടൊരു മറുപടി വേണ്ട. കാരണം ഇവരൊക്കെ ഇത്രയും ഊളകളാണോ എന്നാണ് എന്റെ ചോദ്യം. കാരണം ഒരാൾക്ക് പോലും ഒരു മറുപടി പറയാനില്ല. തലപ്പത്തിരുന്നവരൊക്കെ രാജിവെച്ച് പോകുന്നു. ഇപ്പം ജയസൂര്യ അമേരിക്കയിലാണെന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹം നാട് വിട്ടു പോകുന്നു. എന്നിട്ട് അവിടെ പോയിട്ടൊരു ലൈവ് ഇടുന്നു. മുകേഷ് മാധ്യമങ്ങളുടെ മുന്നിൽ വരാതെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിദ്ദിഖ് മാധ്യമങ്ങൾ വിളിച്ചിട്ട് പോലും ആ ഓൺ കോളിൽ സംസാരിക്കാൻ പോലും പറ്റാതെ ഞാൻ ഷൂട്ടിങ്ങിനാന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം ആർക്കും ആരോടും ഒരു മറുപടി പറയാനില്ല എന്നുള്ളതാണ്. കാരണം ഇങ്ങനൊരു അലിഗേഷൻ വരുന്ന സമയത്ത്, അലിഗേഷൻസ് ആയിക്കോട്ടെ, കേസ് വരുന്ന സമയത്ത്, ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്ന സമയത്ത് ഈ കേസ് കൊടുക്കുന്നവരെല്ലാവരും എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആരെ നേരെയാണോ ഈ പരാതി പോയിട്ടുള്ളത് ആ വ്യക്തിക്കൊന്നും ഈ ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളെ ബോധിപ്പിക്കാനോ നേരമില്ല, പറയാനിട്ട് പറ്റുന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ചെയ്തു വെച്ച കള്ളങ്ങൾ, അതാണ് പറയുന്നത്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തു വെച്ച കള്ളങ്ങൾ ഒരു നാൾ പുറത്തു വരും. സത്യങ്ങൾ മൂടി വെക്കാൻ ഭയങ്കര പ്രയാസമാണ് മിസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് പുറത്തു വരുന്നത്. നിങ്ങൾക്ക് എവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഓടാതെ നിന്ന് ഇതിനൊക്കെ ഒരു മറുപടി കൊടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പറയാമായിരുന്നു അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കും അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചെയ്തു വെച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഓട്ടം ഓടുന്നതും. എത്ര കാലം നിങ്ങൾ ഓടും? എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഞങ്ങളെ മുന്നിൽ വന്ന്, കാരണം നിങ്ങളൊക്കെ ആരാധിച്ച കുറെ പേരുണ്ട്, മനസ്സിലായോ? ജയസൂര്യ എന്ന് പറയുമ്പോഴും ആരാധിച്ച ഒരുപാട് പേരുണ്ട്. മുകേഷ് എന്ന് പറയുമ്പോൾ ആരാധിച്ച ഒരുപാട് പേരുണ്ട്. കാരണം നിങ്ങളൊക്കെ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള ലെവലിൽ ഒരു മനുഷ്യനേക്കാളും മുകളിൽ ഞങ്ങൾ കണ്ട കുറെ ആൾക്കാരുണ്ട്. അവരുടെ മുന്നിൽ വന്ന് നിങ്ങൾക്കൊരു മറുപടി പോലും പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ച സ്ഥാനങ്ങൾ എന്താണ്? നിങ്ങൾ ആരാധകരോട് നിങ്ങൾക്കൊരു മറുപടി പോലും പറയാനില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം മലയാളികൾ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ ആഘോഷിച്ച കുറെ പേരുണ്ട്. ഇവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കണ്ടേ? നിങ്ങളല്ലാണ്ട് രാജിവെച്ച് വീട്ടിൽ പോയി മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനൊക്കെ ഒരു മറുപടി ആയിട്ട് നിങ്ങൾ മുന്നിൽ വരണമായിരുന്നു. ആർക്കും വരാൻ സമയമില്ല. എല്ലാവരും രാജിവെച്ച് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാട് വിട്ടു പോകുന്നു. അറിഞ്ഞൂടാ, നിങ്ങൾ ഇത്രയും വലിയ ക്രിമിനൽസ് ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഒരാൾക്ക് പോലും ഇപ്പം ഇന്ദ്രൻസ് അറ്റ്ലീസ്റ്റ് ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അറ്റ്ലീസ്റ്റ് സംസാരിക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കും അതിന് നേരമില്ല. എല്ലാവരും മുങ്ങി നടക്കുകയാണ്. എന്തൊക്കെയോ കുക്കറപ്പ് സ്റ്റോറിയാണ്, മാങ്ങയാണ്, തേങ്ങയാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എസ്കേപ്പ് ചെയ്യാണ് ഫ്രം എല്ലാത്തിൽ നിന്നും. ഇത് എത്ര കാലം തുടങ്ങുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഓട്ടം ഇത് തുടർന്നുകൊണ്ടിരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കും അവസാനം. 100% ഉറപ്പാണ്. കാരണം നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് 100% ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടത്തിൽ നിന്നും. എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. എന്തായാലും മലയാളികൾക്ക് നല്ലൊരു ട്രീറ്റ് തന്നെയാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇറക്കി വിട്ടത്. കാരണം നമ്മൾ ആരാധിച്ച പലരുടെയും മുഖം ഇതല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു ഓട്ടത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.